അച്ചപ്പം വേണോ? അച്ചപ്പം, നല്ല അച്ചപ്പം, മുറുമുറ നല്ല അച്ചപ്പം, അച്ചപ്പം വേണോ? ഹായ്, നല്ല മണം പിടിക്കുന്നുണ്ടല്ലോ. നല്ല രസമുണ്ടാവും. ലതേച്ചി എന്താ നോക്കുന്നേ? വാ, വന്ന് അച്ചപ്പം വാങ്ങിക്കേ. നല്ല മണടിക്കുന്നുണ്ട്. മണത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. എത്ര ലക്ഷ്മി ഇതിന്റെ വില? മണടിക്കാണ്ടിരിക്കോ ചേച്ചി? ഞാനേ വെള്ളമൊക്കെ ഇട്ടിട്ട് നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനവും ഇതിൽ ചേർത്തിട്ടില്ല. അതുകൊണ്ടാ ഇതിന്റെ മണം. ലക്ഷ്മി, ഇതിന്റെ വില എത്രയാടി? ഒരു പാക്കറ്റിന് 25 രൂപയേ വിലയുള്ളൂ ചേച്ചി. അത്രേ ഉള്ളൂ? എങ്കിലേ ഒരു 10 പാക്കറ്റ് ഇങ്ങോട്ട് എടുത്തോ. ഓക്കെ ചേച്ചി, ഇപ്പം എടുത്തു തരാം. ചേച്ചി പിടിച്ചോ. ഇതിന് എത്രയായിടി? ഒരു പാക്കറ്റിന് 25, അപ്പോൾ 10 പാക്കറ്റിന് 250. 250 ചേച്ചി. ഇന്നടി 250 ഉണ്ട് ഇതില്. ചേച്ചി, നിങ്ങൾക്കൊരു കഥ അറിയോ? നമ്മുടെ കുമാരേട്ടനില്ലേ? ഏത്? നമ്മുടെ ആ പട്ടാളം കുമാരേട്ടനോ? അതെ ചേച്ചി, ആ കുമാരേട്ടനില്ലേ, നേരത്തെ റോഡിൽ നിന്ന് വഴുതി വീണെന്നാ കേട്ടെ. നല്ലോണം കൊണ്ടിട്ടുണ്ടത്രേ. അതെയോ? അയ്യോ പാവം. അയ്യോ, ഇനിയിപ്പോൾ ആരാ അങ്ങേരെ നോക്കുക? പാവം, മക്കൾ പോലും നാട്ടിലില്ല. അതെ ചേച്ചി, കേട്ടപ്പോൾ എനിക്കും സങ്കടമായി. എന്നാ ശരി, ഞാനൊന്ന് പോയിട്ട് നോക്കിയിട്ട് വരാവേ. ശരി ചേച്ചി. എടാ മോനെ, നിനക്ക് കണ്ടു കാണുന്നില്ലേ? ഞാൻ ഇവിടെ അച്ചപ്പം ചുട്ടുകൊണ്ടിരിക്കല്ലേ. ഞാൻ അച്ചപ്പം ചുട്ടുകൊണ്ടിരിക്കുമ്പോ നീ ഇങ്ങനെ വന്നാൽ എങ്ങനെയാ മോനെ ശരിയാവുന്നത്? ഈ എണ്ണയിലോട്ട് ആ ബോൾ വീഴില്ലേ? സോറി ചേച്ചി. എന്തോന്ന് സോറി? ഇനിയിപ്പോ ഇതെങ്ങാനും വന്ന് എണ്ണയിലോട്ട് മറിഞ്ഞിരുന്നെങ്കിലോ? സ്കൂളൊന്നുമില്ലേ എനക്ക്? ഉണ്ട് ചേച്ചി, സ്കൂളുണ്ട്. സമയമില്ലേ? പോ സ്കൂളിലോട്ട്. ചേച്ചി, ഞാൻ പോകുന്നു. ഓരോന്ന് രാവിലെ തന്നെ വരും. സ്കൂളിലോട്ടും പോവാണ്ടേ ഇവിടെ വന്ന് കളിച്ചോണ്ടിരിക്കും. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കുട്ടികളെ, ഞാൻ നിങ്ങളുടെ ഹാജർ വിളിക്കാൻ പോകുന്നേ. അപ്പോൾ എല്ലാവരും പ്രസന്റ് പറഞ്ഞിട്ട് ഇരുന്നോ കേട്ടോ. ഫാത്തിമ, ശിവ, പൈങ്കിളി, രാഹുൽ, ശിവ ആബ്സെന്റ് സർ. ഓക്കെ, അപ്പോൾ ഇന്ന് ശിവ ആബ്സെന്റ് അല്ലേ? അപ്പോൾ ബാക്കി എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. ഇനി മക്കളെ, നിങ്ങളുടെ മാത്സ് നോട്ട് ബുക്ക് എടുത്തേ. അപ്പോൾ മക്കളെ, നിങ്ങളെല്ലാവരും ഇവിടെ നോക്കേ. ഞാൻ നിങ്ങൾക്കിന്ന് നല്ലൊരു മാജിക് കണക്കാണ് ആദ്യം തന്നെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്നോളണം കേട്ടോ. മാജിക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വയസ്സായ ഒരു അപ്പൂപ്പനോട് അപ്പൂപ്പൻ്റെ പ്രായം ചോദിക്കുന്നത്. അപ്പോൾ അപ്പൂപ്പൻ എന്ത് പറയും? എനിക്ക് എൻ്റെ വയസ്സ് അറിയില്ല എന്ന് പറയും. അപ്പോൾ നിങ്ങൾ അപ്പൂപ്പനോട് ചോദിക്കണം, അപ്പൂപ്പന് ജനിച്ച വർഷം ഓർമ്മയുണ്ടോ? അപ്പോൾ ആ അപ്പൂപ്പൻ പറയും, എനിക്ക് ജനിച്ച വർഷം ഓർമ്മയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആ അപ്പൂപ്പൻ്റെ ഒരു ജനിച്ച വർഷം പറയുമല്ലോ, ഈ വർഷവും നമ്മളിപ്പോൾ കറൻറ്റിലുള്ള ഈ വർഷവും അപ്പൂപ്പന് ജനിച്ച വർഷവും തമ്മിൽ മൈനസ് ആക്കണം. എന്നിട്ടാകുമ്പോൾ കിട്ടുന്ന ഒരു ആൻസറാണ് ആ അപ്പൂപ്പൻ്റെ വയസ്സ്. മനസ്സിലാവാത്തവരെല്ലാം ഇങ്ങോട്ടൊന്ന് നോക്കിയേ, ഈ ബോർഡിലോട്ടൊന്ന് നോക്കിയേ. ഇപ്പോൾ ആ അപ്പൂപ്പന് പറയുന്നത്, ഞാൻ ജനിച്ച വർഷം 1960. നമ്മൾ ഇപ്പോൾ ഇത് ഏത് വർഷമാണ് മക്കളെ? ഇപ്പോൾ ഇവിടെ നോക്കിയേ, ആ അപ്പൂപ്പന് ജനിച്ച വർഷം 1950. നമ്മളിപ്പോൾ ഉള്ളതോ 2023. അപ്പോൾ ഈ 2023 നിന്ന് 1950 കുറക്കണം. അപ്പോൾ നോക്കിയേ, അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 2023 നിന്ന് 1950 കുറച്ചാൽ നമുക്ക് 73 കിട്ടും. അപ്പോൾ ആ അപ്പൂപ്പൻ്റെ വയസ്സ് എത്രയാ? 73. ഇപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക്? നിന്റെ അച്ഛൻ ജനിച്ച വർഷം ഏതാ? ഓക്കെ, ഇപ്പം നോക്കിക്കോ. ഇപ്പം നോക്കിയേ, 2023 നിന്ന് 1951 കുറച്ചപ്പോൾ 42 കിട്ടി. നിന്റെ അച്ഛൻ്റെ വയസ്സ് 42 അല്ലേ? സർ, എൻ്റെത് കണ്ടുപിടിക്കോ? നിന്റെ വർഷം ഏതാ? ജനിച്ച വർഷം ഏതാ? 2011. ഇപ്പോൾ ഇവിടെ നോക്കിയേ, 2023 നിന്ന് 2011 കുറച്ചു. ഉത്തരമായിട്ട് 12 കിട്ടും. അപ്പോൾ നിനക്കിപ്പോൾ 12 വയസ്സല്ലേ? അതെ മാഷേ.
നിങ്ങൾ ഇന്ന് വൈകുന്നേരം സ്കൂൾ വിട്ട് പോകുന്ന സമയത്ത് വീട്ടിലെ അമ്മയോടോ അച്ഛനോടോ ആരോട് വീട്ടിലുള്ളവരോട് ഈ മാജിക് കാണിച്ചു കൊടുക്കണം കേട്ടോ. മോനെ 1 കിലോ ആപ്പിളും 1 കിലോ മുന്തിരിയും തരുമോ? ആ ചേച്ചി ഇപ്പം തരാം. ഏതാ ചേച്ചി? 250 രൂപയായേ. ഓ ശരി മോനെ. എവിടേക്കാ ചേച്ചി? കുമാരേട്ടൻ്റെ വീട്ടിലേക്കാണോ? മോനിങ്ങനെ അറിഞ്ഞത് ഞാൻ കുമാരേട്ടൻ്റെ വീട്ടിലേക്കാ പോകുന്നതെന്ന്? നേരത്തെ ലക്ഷ്മിയച്ചും ഇവിടെ വന്നായിരുന്നു. ലക്ഷ്മിയച്ചും ഇത് തന്നെയാണ് വാങ്ങിയത്. ആപ്പിളും അനാറൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് പോയത്. ഓ അതെയോ, ശരി മോനെ. ആ പാവം വയ്യാണ്ട് കിടക്കല്ലേ, അപ്പം നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ശരി മോനെന്നാ. ഓക്കെ ചേച്ചി.